പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്ന സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നതെന്നും കേവലം കയ്യടി നേടാൻ മാത്രം പ്രഖ്യാപനങ്ങൾ നടത്തുന്ന കേരള സർക്കാരിനെപ്പോലെയല്ലെന്നും ബി.ജെ.പി. പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി. വേണുഗോപാൽ. മോദി സർക്കാരിന്റെ 12ാം വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പാലം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന 12 വർഷത്തെ സദ്ഭരണത്തിന്റെ പ്രദർശനിയും കേന്ദ്രം നടപ്പിലാക്കുന്ന ജനപ്രിയ ക്ഷേമ പദ്ധതികളിലേക്ക് ഗുണഭോക്താക്കളെ ചേർക്കുന്നതിനുള്ള ഹെൽപ്പ് ഡെസ്കിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ വേണ്ടി വ്യക്തമായ കാഴ്ചപ്പാടുകൾ നടപ്പിലാക്കിയ സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ ഗവൺമെന്റ് പോയപ്പോ, അതായത് എൽ.ഡി.എഫിന്റെ ഗവൺമെന്റ് വീണ്ടുമുള്ള പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ചില വിഷയങ്ങളിൽ വിവരാവകാശ പ്രകാരം നമ്മുടെ ഈസ്റ്റ് ജില്ലയുടെ സെക്രട്ടറി രാജീവ് മാഷ് ചില രേഖകൾ എടുക്കുകയും ആ രേഖകൾ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയപ്പോ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ശിവരാജ് സിംഗ് ചൗഹാനെല്ലാം കണ്ടതിന്റെ ഭാഗമായി ആ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ നമ്മളെ രജിസ്റ്റർ ചെയ്തിട്ട് ഈ അടുത്ത കാലത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളുടെ പട്ടിക ഇപ്പോ ബ്ലോക്കുകളിൽ വന്നിട്ടുണ്ട് എന്നാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അവരത് പ്രഖ്യാപിച്ചിട്ടില്ല, അവര് എന്താ പറയാ, ഫയൽ പുറത്തെടുത്തിട്ടില്ല, പക്ഷേ എത്തിയിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് അത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ, എല്ലാ പദ്ധതികളും ഞാൻ പറയുന്നില്ല. ആ പദ്ധതികൾ സാധാരണക്കാരുടെ മുതൽ ഏറ്റവും യുദ്ധരംഗത്ത്, നാവികരംഗത്ത്, അതൊക്കെയുള്ള കാര്യങ്ങൾ ഈ പ്രദർശനയിൽ ചുരുങ്ങിയ കാര്യങ്ങളെ കൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ബി.ജെ.പി. ജില്ലാ ജനറൽ സെക്രട്ടറി ബി. മനോജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ഇ.പി. നന്ദകുമാർ, മേഖലാ വൈസ് പ്രസിഡന്റ് കെ.വി. ജയൻ മാസ്റ്റർ, സെക്രട്ടറി എ.പി. പ്രസാദ്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ രശ്മി ബൈജു, എൽ.ആർ. രജിത, സെക്രട്ടറി സുമ ബാബു, എസ്.സി. മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് കെ.കെ. കുഞ്ഞൻ, സോഷ്യൽ മീഡിയ ജില്ലാ കൺവീനർ രാജേഷ് വെള്ളോത്ത്, കൗൺസിലർ അനിത, ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സുമേഷ് സി, ജനറൽ സെക്രട്ടറി സരൂപ് എന്നിവർ നേതൃത്വം നൽകി.